Good morning. Okay. ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലേ? ഓക്കെ. നെക്സ്റ്റ് നിങ്ങളെ കയ്യിൽ ഒരു പേനയും ഒരു ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് ഒരു പേപ്പറോ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് നോട്ട് ചെയ്യണം. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഷോർട്ട് ചെയ്ത് തന്നതാണ്. ഒരു പേനയോ ഒരു ചെറിയ റഫോ ഒരു ബുക്കോ എന്തെങ്കിലും പെട്ടെന്ന് എടുത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഔട്ട്കം ആണ് കേട്ടോ. ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ. ഒരു സെലക്ഷൻ ഡിസിഷൻ, സെലക്ഷൻ തീരുമാനത്തിന്റെ അതിന്റെ ഫലം ഔട്ട്കം എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഇവിടെ നോക്കിയേ, അതിനകത്ത് നമുക്ക് ഔട്ട്കം സെലക്ഷൻ ഡിസിഷന്റെ ഔട്ട്കം എന്ന് പറയുന്നത് 4 ടൈപ്പ് ഉണ്ട്. 4 തരമാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ്. കണ്ടോ? ഇത് 4 എണ്ണമാണ് നമ്മൾ ഇത് സെലക്ഷൻ ഡിസിഷന്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത്. വ്യക്തമാക്കി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതൊക്കെയാണ്? ട്രൂ പോസിറ്റീവ്, ഹൈ ഹിറ്റ് ബ്രാക്കറ്റിൽ കൊടുത്തേണ്ട് ടീച്ചർ പറയാട്ടോ. ട്രൂ പോസിറ്റീവ്, അടുത്ത ട്രൂ നെഗറ്റീവ്, ലോ ഹിറ്റ്, then false positive error and false negative error. അങ്ങനെ 4 എണ്ണമാണ് ഔട്ട്കം, അതിന്റെ ഫലം എന്ന് പറയുന്നത് കേട്ടോ. ഫലങ്ങൾ ഒരു സെലക്ഷൻ തീരുമാനത്തിന്റെ, സെലക്ഷൻ ഡിസിഷന്റെ ഔട്ട്കംസ് ആണ്. അത് 4 അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Are the 4 potential outcome of selection decision. ഇനി ഇവിടെ ഒരു ടേബിൾ കണ്ടോ? സെലക്ഷൻ ഡിസിഷൻ ഔട്ട്കം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേബിൾ ആക്കി കൊടുത്തേണ്ട് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ ടേബിളിൽ കൊടുത്തേക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച്. അവിടെ ആ ടേബിളില് നമുക്ക് ആ ഫസ്റ്റ് കോളത്തിൽ നോക്കിയേ, അവിടെ തന്നേക്കുന്നത് ഫോൾസ് നെഗറ്റീവ്, ട്രൂ പോസിറ്റീവ്. കണ്ടോ? ആ റോ കണ്ടോ? ഫസ്റ്റ് റോയിൽ കണ്ടോ? ഫോൾസ് നെഗറ്റീവ്, ട്രൂ പോസിറ്റീവ്, then ട്രൂ നെഗറ്റീവ് താഴെ സെക്കൻഡ് റോയില് ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്. അപ്പൊ അങ്ങനെ 4 ഔട്ട്കം ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് അത് ആ ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കണോ സക്സസ് ഫെയിലിയർ. കണ്ടില്ലേ? സക്സസ് ഫെയിലിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യം കേട്ടോ. കാൻഡിഡേറ്റ്സിന്റെ രീതിയിൽ നമ്മൾ അത് ചിന്തിക്കണം. അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്തു നിന്നാണ് ആ 2 എണ്ണം കൊടുത്തേക്കുന്നത്. സക്സസ് ഫെയിലിയർ എന്ന് പറയുന്നത്. താഴെ നോക്കിയേ, ആ കോളത്തിന്റെ താഴെ കണ്ടോ? ഫെയിലിയർ പ്രിഡിക്റ്റഡ്, സക്സസ് പ്രിഡിക്റ്റഡ്. അത് രണ്ടും ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഉള്ള കാര്യമാണ്. അത് ഓർഗനൈസേഷൻ തീരുമാനമാണ്. കണ്ടോ? ഫെയിലിയർ പ്രിഡിക്റ്റഡ്, സക്സസ് പ്രിഡിക്റ്റഡ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ, ആ ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത് നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ വ്യൂവിൽ കാണണം. അതിന്റെ താഴെ കൊടുത്തേക്കുന്ന ഫെയിലിയർ പ്രിഡിക്റ്റഡ്, സക്സസ് പ്രിഡിക്റ്റഡ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് കാണണം. ഓക്കെ, അത്രയും ക്ലിയർ ആയില്ലേ ആ ടേബിളിൽ പറഞ്ഞത്? ഇനി ഓക്കെയാണ് ആ പറഞ്ഞ കാര്യങ്ങള്. 4 ഔട്ട്കമാണ്. അത് 4 എണ്ണമാണ് ആ ടേബിളിൽ കൊടുത്തേക്കുന്നത്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത് ആരുടെ ഭാഗത്ത് നിന്ന് നോക്കണം? നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കണം. അതിന്റെ ആ കോളത്തിന്റെ താഴെ കണ്ടോ? ഫെയിലിയർ പ്രിഡിക്റ്റഡ്, സക്സസ് പ്രിഡിക്റ്റഡ്. അത് രണ്ടും ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കണം. ഇനി അവിടെ ആ പാരഗ്രാഫ് നോക്കിയേ. The true positive and the true negative decisions in the selection are correct decision. ഏതൊക്കെയാണ് അവിടെ ചോദിക്കുക എക്സാമിന് കേട്ടോ? ഏതൊക്കെയാണ്? ട്രൂ പോസിറ്റീവ്, ട്രൂ പോസിറ്റീവ്, ഓക്കെ നോക്കിയേ. ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്. ആ കേഴ്സർ കാണിക്കുന്നുണ്ടോ? ഇതിവിടെ ബോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ട്രൂ പോസിറ്റീവ് അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പതുക്കെ നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ ആ ടേബിളിൽ നോക്കി നിങ്ങൾ ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് ഡിസിഷൻ എന്ന് പറയുന്നത് സെലക്ഷന്റെ ശരിയായ തീരുമാനങ്ങളാണ്. കറക്റ്റ് ഡിസിഷൻ ആണ് അത് രണ്ടും. ഏതൊക്കെയാണ്? ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും. ഇതിപ്പോ എന്താണെന്ന് ഞാൻ പറയാൻ പോണു കേട്ടോ. ഇനി ശ്രദ്ധിക്കുക. അപ്പൊ അത് നമുക്ക് 2 എണ്ണം മനസ്സിലായി. ഏതൊക്കെയാ?
ട്രൂ പോസിറ്റീവ് ഡിസിഷൻ എന്ന് പറയുന്നതും ട്രൂ നെഗറ്റീവ് ഡിസിഷൻ എന്ന് പറയുന്നതും ഏതാണ്? സെലക്ഷനിലെ ശരിയായ തീരുമാനങ്ങളാണ്, കറക്റ്റ് ഡിസിഷൻ ആണ്. അണ്ടർലൈൻ ചെയ്തിട്ട് whereas the rest two decision നമ്മൾ അല്ലാത്ത രണ്ടെണ്ണം, അതായത് ഫോൾസ് നെഗറ്റീവും ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത് അത് രണ്ടും എന്താണ് നോക്കിയേ? റോങ് ആണ്, തെറ്റായതാണ്. നോക്കിയേ, വേർ ദ റെസ്റ്റ് ടു ഡിസിഷൻ സെലക്ഷൻ ഇറേഴ്സ്, സെലക്ഷൻ ഇററുകൾ കാണിക്കുന്നതാണ്. ഏതൊക്കെ? ഫോൾസ് നെഗറ്റീവും ഫോൾസ് പോസിറ്റീവും. ക്ലിയർ ആയോ? എന്താന്നുള്ളത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവും. ഇപ്പൊ അത് രണ്ടെണ്ണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ആദ്യത്തെ രണ്ടെണ്ണത്തിൽ വെറുതെ ഒരു ടിക്ക് ഇടുക, മറ്റതിൽ വേണമെങ്കിൽ ഒരു ഇൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാറോ എന്തെങ്കിലും ഇട്ട് വെക്കുക. അപ്പൊ നമുക്ക് വേഗം കിട്ടും ഏതൊക്കെയാണ് സെലക്ഷനിലെ കറക്റ്റ് ഡിസിഷൻ. ചോദിക്കാട്ടോ. ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും കറക്റ്റ് ഡിസിഷൻ, ശരിയായ തീരുമാനങ്ങളാണ്. അടുത്തത് രണ്ടെണ്ണം, അതായത് ഫോൾസ് നെഗറ്റീവും ഫോൾസ് പോസിറ്റീവും സെലക്ഷൻ ഇറേഴ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി ഒന്ന് നോക്കിയേ. The candidates chosen was the best fit for the job and has performed, and the success as expected is indicated by the true positive or high fit എന്ന് പറയുന്നത്. അപ്പൊ എന്താ നമ്മൾ ആദ്യം നോക്കുന്നത്? ട്രൂ പോസിറ്റീവ് ആട്ടോ. ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ട്രൂ പോസിറ്റീവ് സെലക്ഷൻ ഡിസിഷൻ ആണ് പറയുന്നത്. അതായത് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള, നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ജോലിക്ക് ഏറ്റവും അനുയോജ്യനാണ്. കണ്ടോ? അതുപോലെ പ്രതീക്ഷിച്ച പോലുള്ള പെർഫോമൻസ് അവർ കാഴ്ചവെക്കുകയും ആ ടെസ്റ്റിലൊക്കെ അവർ വിജയിക്കും. അതാണ് ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്. യഥാർത്ഥവും കാൻഡിഡേറ്റ്സിനെ എന്താ പറയാ സംബന്ധിച്ചും ഓർഗനൈസേഷനെ സംബന്ധിച്ചും അത് ശരിയായ തീരുമാനമാണ്. കണ്ടോ? കാൻഡിഡേറ്റ്സും അതിന് സക്സസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ ട്രൂ പോസിറ്റീവ് കണ്ടില്ലേ നിങ്ങള്? ട്രൂ പോസിറ്റീവ് കണ്ടോ? അവിടെ കണ്ടോ? സക്സസും അതിന്റെ നേരെ താഴെ നോക്കിയ സക്സസ് പ്രെഡിക്റ്റഡ്. അവിടെ എന്താ? നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഏറ്റവും അനുയോജ്യനാണ്, പ്രതീക്ഷിക്കുന്നത് പോലുള്ള പെർഫോമൻസ് അവർ കാഴ്ചവെക്കുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അതാണ് ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾ ബുക്ക് എടുത്തേ, ബുക്കോ പേപ്പറോ എന്താന്ന് വെച്ചാൽ ഒന്ന് വേഗം ഒന്ന് എടുത്തേ, എന്നിട്ട് ഒന്ന് എഴുതിക്കേ. ട്രൂ പോസിറ്റീവ് എന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ട്രൂ പോസിറ്റീവ്, ട്രൂ പോസിറ്റീവ് എഴുതിയോ? ഓക്കെ, ട്രൂ പോസിറ്റീവ് ഓക്കെ ആണോ? എഴുതിയോ? ദേവി, വിഷ്ണു, രമ്യ, ഓക്കെ. അവിടെ അത് നിങ്ങൾ ഷോർട്ട് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതിക്കോ. ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള, നല്ല ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ, അതാണ് ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഹിയറിംഗ് പ്രോസസ്സിലൂടെ വിജയകരമായി കണ്ടെത്തുന്നു. കിട്ടിയോ? നല്ല ഫിറ്റ് ആയിട്ടുള്ള, ഏറ്റവും ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള, അല്ലെ, എല്ലാ രീതിയിലും ജോലിക്ക് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഹിയറിംഗ് പ്രോസസ്സിലൂടെ കണ്ടെത്തുന്നു. എഴുതിയോ? അപ്പൊ അവിടെ നോക്കിയേ, ഓർഗനൈസേഷന്റെ ഭാഗത്ത് നോക്കിയേ, സക്സസ് അല്ലേ ഓർഗനൈസേഷൻ? ആ സ്ഥാപനം ആ സെലക്ഷനിൽ അവര് ശരിയാ വിജയിച്ചില്ലേ? കറക്റ്റ് കാൻഡിഡേറ്റ്സിനെ അല്ലേ അവര് തെരഞ്ഞെടുത്തത്, അല്ലെ? എന്നിട്ട് അതിന്റെ താഴെ എഴുതി വെച്ചേ സക്സസ് പ്രിഡിക്റ്റഡ്. എന്നിട്ട് ഒരു ഡാഷ് ഇട്ടിട്ട് എഴുതാം, ഓർഗനൈസേഷൻ എഴുതാം. ഷോർട്ട് ചെയ്ത് എഴുതിയാൽ മതി. ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് അവർ വിജയിച്ചു, സക്സസ് പ്രിഡിക്റ്റ് ചെയ്തു. താഴെ എഴുതിക്കേ സക്സസ്. അതാരാണ്? കാൻഡിഡേറ്റ്സ് സക്സസ് ആണ്. ക്ലിയർ ആയോ? ട്രൂ പോസിറ്റീവ് ക്ലിയർ ആയോ? ഓരോന്നും ക്ലിയർ ആക്കി പോണോ കേട്ടോ. രണ്ടുപേരും വിജയിച്ചു. കണ്ടോ? നിങ്ങൾ അത് നോക്കിയേ. ആ ട്രൂ പോസിറ്റീവിന്റെ നേരത്തെ സക്സസ് അല്ല കാണിച്ചേക്കുന്ന, കാൻഡിഡേറ്റിന്റെ ഭാഗത്ത് സക്സസ്, ഓർഗനൈസേഷന്റെ ഭാഗത്ത് സക്സസ് പ്രിഡിക്റ്റഡ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
ഇത് മനസ്സിലാക്കിയാലാണ് അടുത്തത് നമുക്ക് കറക്റ്റ് ആവുള്ളൂ. ഇത്ര എഴുതി വെച്ചോ. അത് ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷോർട്ട് ചെയ്ത് തന്നത്. എന്താ നമ്മൾ എഴുതിയത്? നല്ല ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഹിയറിംഗ് പ്രോസസ്സിലൂടെ വിജയകരമായി കണ്ടെത്തി. അല്ലോ, ട്രൂ പോസിറ്റീവ് ആണ്, യഥാർത്ഥവും ശരിയുമായ പ്രക്രിയയാണ്. അതായത് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നോക്കുമ്പോൾ സക്സസ് പ്രെഡിക്റ്റഡ്, കാൻഡിഡേറ്റ്സും സക്സസ് ആണ്. ക്ലിയർ ആണ് അല്ലെ? രണ്ടാമത്തെ നോക്കിയാടെ നെക്സ്റ്റ് പാരഗ്രാഫ് ആട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. നമ്മള് the candidate chosen was the best fit for the job and has performed a success as expected is indicated by the true positive. Underline ചെയ്തോട്ടോ സെന്റൻസ്. then അടുത്തത് നോക്കിയേ, true negative reflect the rejection of the candidates. Underline ചെയ്തേ ആ സെന്റൻസ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ട്രൂ നെഗറ്റീവ് ആണ്. അതെന്താണ് കാണിക്കുന്നത്? ട്രൂ നെഗറ്റീവ് ഡിസിഷൻ. സെലക്ഷനിലെ ട്രൂ നെഗറ്റീവ് ഡിസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ്സ് ദ റിജക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ് ബേസ്ഡ് ഓൺ ദ പെർസെപ്ഷൻ ദാറ്റ് ഹി ഓർ ഷീ വിൽ fail in future and is incapable to perform the expected job. ഉണ്ടോ? അത് അണ്ടർലൈൻ ചെയ്തോട്ടാ സെന്റൻസ്. അത് ഏതാന്ന് ചോദിക്കും. ഡാഷ് റിഫ്ലക്ട് ദ റിജക്ഷൻ ഓഫ്, അങ്ങനെ തന്നെ സെന്റൻസ് ചോദിക്കാം. എന്താ? നമ്മൾ ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ അവർ പരാജയപ്പെടുന്നു എന്നും ആ ജോലി നിർവഹിക്കാനായിട്ട് അവർക്ക് കഴിവില്ല എന്നുമുള്ള അടിസ്ഥാനത്തില് ആ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. അതാണ് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഒന്നോടെ പറയാം ആ സെന്റൻസ് എന്താണ്? നമ്മൾ ഫ്യൂച്ചറിൽ ആ കാൻഡിഡേറ്റ്സ് പരാജയപ്പെടും, ആ ജോലി അവർക്ക് നിർവഹിക്കാൻ കഴിയില്ല എന്നുള്ള അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിനെ നിരസിക്കപ്പെടുന്നു, റിജക്ട് ചെയ്യുന്നു. അതാണ് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് എഴുതി വെച്ചേ. ഈ ട്രൂ നെഗറ്റീവ് ഹെഡിങ് കൊടുത്തേ. ട്രൂ നെഗറ്റീവ് ഹെഡിങ് എഴുതിക്കോട്ടോ. ട്രൂ നെഗറ്റീവ് എന്താണ്? ഞാൻ ഷോർട്ട് ചെയ്ത് പറയാണ്. എന്താ? ആ റോളിന്, അതായത് ആ ജോലിക്ക് കേട്ടോ, ആ പൊസിഷൻ നിർവഹിക്കാൻ ആ റോളിന് ഗുഡ് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്തു. അല്ലെ? റിജക്ഷൻ അല്ലേ? ട്രൂ നെഗറ്റീവ് ആണ്. കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്തു. അപ്പൊ എന്താ? സെലക്ഷൻ പ്രോസസ്സില് നമ്മൾ പരാജയപ്പെട്ടില്ല. ഓർഗനൈസേഷന് കിട്ടിയോ? കറക്റ്റ് കാൻഡിഡേറ്റിന് കിട്ടിയോ? കാൻഡിഡേറ്റിന് കിട്ടിയോ? അവര് ഭാവിയിൽ പരാജയപ്പെടും, അല്ലെങ്കിൽ ആ ജോലിക്ക് നിർവഹിക്കാൻ അവര് കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നോക്കിയേ, അതായത് സെലക്ഷൻ പ്രോസസ്സിൽ പരാജയപ്പെട്ടു. എഴുതി വെച്ചോ. ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്തു? സെലക്ഷൻ പ്രോസസ്സിൽ പരാജയപ്പെട്ടു. ഇനി ഒന്ന് എഴുതി വെച്ചേ. നമ്മൾ അപ്പൊ ഫെയിലിയർ അല്ലേ നോക്കിയേ. ഫെയിലിയർ പ്രിഡിക്റ്റഡ്. ഫെയിലിയർ പ്രെഡിക്റ്റഡ്. നേരെ ഒരു ഡാഷ് ഇട്ടിട്ട് എഴുതി. ആരാ ഫെയിലിയർ ആയത്? ഓർഗനൈസേഷൻ. ഫെയിലിയർ പ്രിഡിക്റ്റഡ് എഴുതി, ഓർഗനൈസേഷൻ. ഫെയിലിയർ, ആ കാൻഡിഡേറ്റ് പരാജയപ്പെട്ടില്ലേ? അവർക്ക് ജോലി കിട്ടിയോ? ഇല്ലല്ലോ. ഫെയിലിയർ അല്ലേ അവര്? ഫെയിലിയർ. അതിന്റെ താഴെ എഴുതുക ഫെയിലിയർ. ആര്? കാൻഡിഡേറ്റ്സ്. ഒരു വരയിട്ടിട്ട് എഴുതുക കാൻഡിഡേറ്റ്സ്. ക്ലിയർ ആയോ? ഇനി നമ്മുടെ ആ ടേബിൾ നോക്കിയേ. അവിടെ കണ്ടോ? ട്രൂ നെഗറ്റീവ് കണ്ടോ? കാൻഡിഡേറ്റ്സും ഫെയിലിയർ ആണ്, ഓർഗനൈസേഷനും ഫെയിലിയർ പ്രെഡിക്റ്റഡ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന, അതായത് പാരഗ്രാഫിലെ രണ്ടാമത്തെ സെന്റൻസ് അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിടാം. അടുത്തത് നോക്കിയേ. The rejection of a candidate who would have succeeded based on failure prediction is reflected by the false negative error. Underline ചെയ്തേ ആ സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ്, the rejection of the candidates who
could have a success based on failure prediction is reflected by the false negative error. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് false negative error ആണ്. അതായത് പരാജയ പ്രവചനങ്ങളാണ്. പരാജയ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി ശരിക്കും ആ കാൻഡിഡേറ്റ്സ് വിജയിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ നമ്മൾ എന്താണ് ജയിക്കില്ല എന്നുള്ള രീതിയിൽ, അതായത് പരാജയ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ നിരസിക്കുന്നു. കണ്ടോ, അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട്, ആ റോള് കൊടുത്ത കാൻഡിഡേറ്റ്സ് നന്നായിട്ട് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ആ ജോലിക്ക് കറക്റ്റ് ആപ്റ്റാണ്. അപ്പൊ അങ്ങനെ ഉള്ള കാൻഡിഡേറ്റ്സിന് വിജയിക്കാൻ സാധ്യതയുണ്ടെന്നേ പറയണുള്ളൂ കേട്ടോ. വിജയിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ നിരസിക്കുന്നതാണ് ഫോൾസ് നെഗറ്റീവ് ഇറർ എന്ന് പറയുന്നത് കേട്ടോ. ഫോൾസ് നെഗറ്റീവ് ഇറർ നിങ്ങളൊന്ന് എഴുതിക്കുക അവിടെ, ഫോൾസ് നെഗറ്റീവ് ഇറർ. ഫോൾസ് നെഗറ്റീവ് ഇറർ ഞാൻ പറയാം, എഴുതാൻ പറയുന്നത് മാത്രം എഴുതിയാൽ മതി കേട്ടോ, ബാക്കി സെന്റൻസ് ടെക്സ്റ്റിലുണ്ട്. ഫോൾസ് നെഗറ്റീവ് ഇറർ എന്ന് പറഞ്ഞ എന്താ നമ്മൾ പറഞ്ഞത്, നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ എഴുതിക്കോട്ടോ, നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ യോഗ്യരല്ല, കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ യോഗ്യരല്ല നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തേക്കാണ്. കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ യോഗ്യരല്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്യുന്നു. കണ്ടോ, കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ യോഗ്യരല്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്യുന്നു. അപ്പൊ നോക്കിയേ, ഓർഗനൈസേഷൻ എന്താണ്, ഫെയിലിയർ അല്ലേ? ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കിയ ഫെയിലിയർ അല്ലേ? കഴിവില്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്യുന്നു, ശരിയല്ലേ? ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ എന്താ, ഫെയിലിയർ പ്രിഡിക്റ്റഡ്. എഴുതി വെച്ചതിന്റെ താഴെ ഫെയിലിയർ പ്രിഡിക്റ്റഡ്, ഫെയിലിയർ പ്രിഡിക്റ്റഡ്. എന്നിട്ട് ഒരു വരയിൽ എഴുതിക്കോ, ആര്, ഓർഗനൈസേഷൻ. അപ്പൊ കാൻഡിഡേറ്റ്സ് നോക്കിയേ, കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയേ, കാൻഡിഡേറ്റ്സ് അപ്പോഴും സക്സസ് തന്നെയാണ് അല്ലേ? കഴിവില്ല എന്ന് വിചാരിച്ച റിജക്ട് ചെയ്യുന്നേ, ഓൾറെഡി അവര് കഴിവുണ്ട് അല്ലേ? അപ്പൊ അത് എഴുതിക്കോ താഴെ, സക്സസ്. കാൻഡിഡേറ്റ്സ് സക്സസ് ആണ്, സക്സസ് എന്ന് എഴുതുക, ഒരു വര എടുക്കുക, അവിടെ നേരെ കാൻഡിഡേറ്റ്സ് എന്ന് എഴുതുക. ഇനി നമ്മളുടെ ആ ടേബിളിലേക്ക് നോക്കി നിങ്ങൾ ഫോൾസ് നെഗറ്റീവ് നോക്കിയേ, കണ്ടോ, കാൻഡിഡേറ്റ്സ് സക്സസ്, ഓർഗനൈസേഷൻ ഫെയിലിയർ പ്രിഡിക്റ്റഡ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ നോക്കിയേ? ഓർഗനൈസേഷന് എന്താ പറയാ, ഫെയിലിയർ ആണ്, ഫെയിലിയർ പ്രിഡിക്റ്റഡ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ലാസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിലേക്ക് വാട്ടാ. ഫോൾസ് പോസിറ്റീവ് ഇറർ. ഇനി നമുക്ക് പറയാനുള്ളത് ഫോൾസ് പോസിറ്റീവ് ഇറർ ആണ് കേട്ടോ. false positive error is a situation when a candidate is selected on the basis that he or she on other hand does not come up to the expectation. അതായത് പ്രതീക്ഷയ്ക്ക് ഒത്ത ഉയരാത്തതിന്റെ പേരില് നമ്മളിപ്പോ എന്താ, അവൻ നല്ല രീതിയിലാകും അല്ലെങ്കിൽ നല്ല ഇതാവും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സെലക്ട് ചെയ്യാറ്. പ്രതീക്ഷയ്ക്ക് ആ ഓർഗനൈസേഷന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാത്തതിന്റെ അടിസ്ഥാനത്തില് ഒരു കാൻഡിഡേറ്റ്സിനെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കണ്ടോ. എന്താണ്, പ്രതീക്ഷിക്കുന്ന ഉയരാത്തതിന്റെ അടിസ്ഥാനത്തില് അവരെത്ര ട്രെയിനിങ് കൊടുത്തു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു, അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തു, പക്ഷെ അവരതിന്റെ അടിസ്ഥാനത്തിൽ അവര് എന്താ, അവര് ഗ്രോത്ത് വരുന്നില്ല, അവര് ഉയരുന്നില്ല. ഇതാണ് അതായത് പ്രതീക്ഷയ്ക്കത്ത് ഉയരാത്തതിന്റെ പേരില് അടിസ്ഥാനത്തില് കാൻഡിഡേറ്റ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഫോൾസ് പോസിറ്റീവ് ഇറർ. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഫോൾസ് പോസിറ്റീവ് ഇറർ ഈസ് എ സിറ്റുവേഷൻ, ഇങ്ങനെ തന്നെ ചോദിക്കാം, സിറ്റുവേഷൻ വേർ എ കാൻഡിഡേറ്റ് ഈസ് സെലക്ടഡ് ഓൺ ദ ബേസിസ് ദാറ്റ് ഹി ഓർ ഷീ ഓൺ ദ അതർ ഹാൻഡ് ഡസ് നോട്ട് കം അപ് ടു ദ എക്സ്പെക്ടേഷൻ. നിങ്ങൾ എഴുതിക്കേ, ഫോൾസ് പോസിറ്റീവ് എഴുതി വെക്ക്, നോട്ട് ചെയ്തോട്ടോ. ഫോൾസ് പോസിറ്റീവ് നമ്മള് സെലക്ഷൻ പ്രോസസ്സിലൂടെ
കാൻഡിഡേറ്റ്സിന്റെ ഫിറ്റ്നസ് കണ്ടെത്തുന്നതില് പരാജയപ്പെട്ടു. അതാണ് അവിടെ സംഭവം. സെലക്ഷൻ പ്രോസസ്സിലൂടെ കാൻഡിഡേറ്റ്സിന്റെ ഫിറ്റ്നസ് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു. അല്ലെ, പ്രതീക്ഷിക്കത്ത് ഉയരാത്തതിന്റെ പേരിലാണ് നമ്മൾ അങ്ങനെ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം. അതായത് സെലക്ഷൻ പ്രോസസ്സിലൂടെ കാൻഡിഡേറ്റ്സിന്റെ ഫിറ്റ്നസ് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു. അപ്പൊ അതെന്താ നമ്മൾ പറയുന്നത്? യഥാർത്ഥത്തിൽ യോജിച്ച ആളെയല്ല കണ്ടെത്തിയത്. അതാണ് സംഭവം. യഥാർത്ഥത്തില് യോജിച്ച ആളെയല്ല കണ്ടെത്തിയത്. അതായത് ആളെ കണ്ടെത്തി, പക്ഷെ അത് തെറ്റാണ്, ഫോൾസ് ആണ്, അല്ലെ? അതായത് നോക്കിയേ, നമ്മളത് പറഞ്ഞു. അതായത് കണ്ടെത്തി പക്ഷെ ഫോൾസ് ആണ്. നമ്മുടെ സെലക്ഷൻ രീതി അവിടെ ശരി തന്നെയാ, നമുക്ക് മനസ്സിലായി അല്ലെ? സെലക്ഷൻ രീതി ശരി തന്നെയാണ് അവിടെ. അയാള് ഫോൾസ് ആണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി, അല്ലെ? അതായത് സെലക്ഷൻ രീതി ശരിയാണ്. അപ്പൊ നമുക്ക് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് എന്താ? സക്സസ് തന്നെയാണ്. ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സക്സസ് പ്രിഡിക്റ്റഡ്. താഴെ എഴുതിക്കോട്ടോ, സക്സസ് പ്രിഡിക്റ്റഡ്. ആര്? ഓർഗനൈസേഷൻ. ഇനി കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നോക്കിയേ, അവര് പരാജയപ്പെട്ടില്ലേ, അല്ലേ? കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഫെയിലിയർ ആണ്. ഇനി ആ ടേബിളിലേക്ക് നോക്കിയേ, കണ്ടോ? ഫോൾസ് പോസിറ്റീവ് കണ്ടോ? ലാസ്റ്റത്തെ കിടക്കുന്നത്, ഏറ്റവും താഴെ കിടക്കണുണ്ടോ? കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഫെയിലിയർ ആണ്, ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സക്സസ് ആണ്. അവരുടെ ആ സെലക്ഷൻ രീതി ശരി തന്നെയാണ്, സക്സസ് പ്രിഡിക്റ്റഡ്. ക്ലിയർ ആണോ? ഇത് ഇന്ന് തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നിങ്ങൾ അതിനകത്ത് ആ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ആദ്യത്തെ സെന്റൻസ് നോക്കുക, കറക്റ്റ് ഡിസിഷൻ ഏതൊക്കെയാന്ന് നോക്കുക കേട്ടോ. സെലക്ഷനിലെ കറക്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് ഡിസിഷൻ. കറക്റ്റ് ഡിസിഷൻ ആണ്. ഇനി ഇവിടെ നോക്കിയേ, റെസ്റ്റ് ഓഫ് ദ ടു, അടുത്തത് രണ്ടെണ്ണം, അതായത് ഫോൾസ് നെഗറ്റീവും ഫോൾസ് പോസിറ്റീവും എന്താണ്? അത് രണ്ടും തെറ്റായിട്ടുള്ള ഡിസിഷനാണ്. ഓക്കെ, അത്രയും അതിൽ നിന്ന് നോക്കുക. പിന്നെ അതിന്റെ ഓരോന്നും സെന്റൻസ് കണ്ടില്ലേ? ആ 4 സെന്റൻസും അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇന്ന് തന്നെ വായിക്കാട്ടോ. ആദ്യത്തെ ആ പറഞ്ഞ സെന്റൻസും നമ്മള് അത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണോടാ അപർണ? അത് നമ്മുടെ ഫസ്റ്റ് സെന്റൻസിലെ അത് അണ്ടർലൈൻ ചെയ്യണം. അത് അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഏതൊക്കെയാണ് സെലക്ഷനിലെ കറക്റ്റ് ഡിസിഷൻ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ സെലക്ഷൻ റിവേഴ്സ് കാണിക്കുന്നത് ഏത് ഡിസിഷൻ ആണെന്നുള്ളതും അത് രണ്ടും ചോദിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് 4 ട്രൂ പോസിറ്റീവ് എന്താണ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ്. ആ 4 എണ്ണത്തിന്റെയും അത് അടുത്തടുത്തുള്ള സെന്റൻസുകളാ. ആ 4 സെന്റൻസും അതുപോലെ അണ്ടർലൈൻ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ അത് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം, അത് ഏതാണെന്നുള്ളത് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഔട്ട്കം എന്ന് പറയുന്ന 4 എണ്ണം ഉണ്ട്. ഫോൾസ് നെഗറ്റീവ്, ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ആ 4 സെന്റൻസും അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ്, ഇറ്റ് ഈസ് എ ഫോൾസ് പോസിറ്റീവ് error that causes a organization to sustain the cost. കണ്ടോ ആ സെന്റൻസ് കണ്ടില്ലേ? അതായത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ഫോൾസ് പോസിറ്റീവ് വരെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട്, ആ സെന്റൻസ് വരെ അണ്ടർലൈൻ ചെയ്തിട്ട്. ഇനി നോക്കിയേ, ഇറ്റ് ഈസ് എ ഫോൾസ് പോസിറ്റീവ് എറർ ദാറ്റ് കോസസ് എ ഓർഗനൈസേഷൻ ടു സസ്റ്റെയിൻ ദ കോസ്റ്റ്. എന്താ? ഓർഗനൈസേഷന് ചിലവുകള് നിലനിർത്താൻ കാരണമാകുന്ന ഒരു തെറ്റായിട്ടുള്ള പിശകാണ് കണ്ടോ ഫോൾസ് പോസിറ്റീവ് എറർ. False positive errors that causes a organization to sustain cost. This cost includes hearing cost, training cost, transfer
കോസ്റ്റ്, ടെർമിനേഷൻ കോസ്റ്റ്, റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ഇതെല്ലാം നമ്മൾ ആ കോസ്റ്റിൽ വരുന്നതാട്ടോ. അത് നമ്മൾ പറഞ്ഞില്ലേ, കോസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ. അതായത് ഓർഗനൈസേഷന് ചെലവുകള് സസ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്താൻ, കാരണം ചെലവുകള് ചെലവുകൾ നിലനിർത്താൻ കാരണമാകുന്ന ഒരു തെറ്റായ ഒരു പിശകാണ്. അതായത് ആ പോസിറ്റീവ് എന്ന് പറയുന്നത്, ദ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഫോൾസ് പോസിറ്റീവ് ഉണ്ടോ? ഫോൾസ് പോസിറ്റീവ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത് അവിടെ വരുന്ന കോസ്റ്റുകളാണ് പറഞ്ഞേക്കണേ. അത് ഏതൊക്കെയാണുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. The cost includes ഏതൊക്കെയാ? ഹിയറിംഗ് കോസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് കൊടുക്കേണ്ട ട്രെയിനിങ് കോസ്റ്റ്, ട്രാൻസ്ഫർ കോസ്റ്റ്, ടെർമിനേഷൻ കോസ്റ്റ്. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുക അല്ലെ? ടെർമിനേഷൻ കോസ്റ്റ്, റീപ്ലേസ്മെന്റ് കോസ്റ്റ് അവിടെ റീപ്ലേസ് ചെയ്യുന്ന അതിനുള്ള ചെലവുകൾ. ഇനി നോക്കിയേ, both the candidates and the organization should make joint decision throughout the selection process. കണ്ട രണ്ടുപേരും, ആരൊക്കെ? കാൻഡിഡേറ്റ്സും ഓർഗനൈസേഷനും രണ്ടുപേരും എന്താണ്? should make a joint decision. ജോയിന്റ് എന്ന് പറഞ്ഞാൽ സംയുക്തമായ തീരുമാനങ്ങള്. ജോയിന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ സംയുക്തമായിട്ടുള്ള തീരുമാനങ്ങള്. Both the candidates and the organization should make the joint decision throughout the ഏതിലൂടെ ഉടനീളം? സെലക്ഷൻ പ്രോസസ്സിലൂടെ ഉടനീളം കാൻഡിഡേറ്റ്സും ഓർഗനൈസേഷനും സംയുക്തമായി എടുക്കുന്ന തീരുമാനങ്ങളാണ്. Okay, the job of the candidates is to determine whether or not the job is appropriate according to his or her needs, interests, skills, ഗോൾസ്. ഓക്കെ, അതായത് കാൻഡിഡേറ്റ്സിന്റെ ആ ജോലി ഇല്ലേ, ജോബ്, കാൻഡിഡേറ്റ്സിന്റെ ജോലി, അയാളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാ? അവരുടെ ആവശ്യങ്ങള്, താല്പര്യങ്ങള്, സ്കില്ല്, കഴിവുകള്, ലക്ഷ്യങ്ങള്, ഇതൊക്കെ നമ്മള് എന്താ പറയാ ജോലിക്ക് അനുസരിച്ച് ഉചിതമാണോ അല്ലെങ്കിൽ അല്ലയോ എന്ന് നിർണയിക്കുക എന്നതാണ് ആ കാൻഡിഡേറ്റ്സിന്റെ ജോലി. ഇപ്പൊ നമ്മളാണെങ്കിൽ ജോലി പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിന്റെ അനുസരിച്ച് ഇതെല്ലാം എന്താ പറയാ ഡിറ്റർമിൻ ചെയ്യുന്നത്, നിർണയിക്കുന്നതാണ് ദ ജോബ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് അല്ലെ? ആ കാൻഡിഡേറ്റ്സിന്റെ ജോലി ഇതെല്ലാം കാര്യങ്ങൾ നിർണയിക്കുന്നതാണ്. അതായത് നമ്മളിപ്പോ നമ്മളെ ഏതിലാണോ കൂടുതൽ സ്കില്ല് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ജോലിയിലായിരിക്കും നമുക്ക് കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നത് അല്ലേ? The job of the candidates is determine whether or not the job is appropriate. ആ ജോലിക്ക് അനുയോജ്യമാണോ, അതായത് അവരുടെ സ്കില്ല്, ഇൻട്രസ്റ്റ്, ഗോൾസ് ഇതൊക്കെ അതിന് അനുയോജ്യമാണോ അല്ലെങ്കിൽ അതിന് അനുയോജ്യമല്ലയോ എന്നൊക്കെ നമ്മള് കാൻഡിഡേറ്റ്സിന് എന്താ ആ ജോലിയിലെ കാര്യങ്ങൾ അവർക്ക് നിർണ്ണയിക്കാൻ പറ്റും. അതായത് സെലക്ഷനിലാണെങ്കിലും അത് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാൻഡിഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ജോലിക്ക് നമ്മൾ ആപ്റ്റാണോ, നമുക്ക് അത് പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. Then, however, the organization make the decision whether the candidate has the necessary talent, skill, and experience required for the position. ഉണ്ടോ? അപ്പൊ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനം എടുക്കാൻ പറ്റും അല്ലേ? ഓർഗനൈസേഷന് ആപ്ലിക്കേഷൻ ഫോം, ഇങ്ങനെയുള്ള സെലക്ഷൻ ഇതൊക്കെ അത് പറയുന്നുണ്ട്, പ്രോസസ്, സെലക്ഷൻ പ്രോസസ് പറയുന്നുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ തന്നെ കാൻഡിഡേറ്റ്സിന് ആവശ്യത്തിനുള്ള ടാലന്റ് ഉണ്ടോ, അവർക്ക് അതിനുള്ള കഴിവുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ ആ ഒരു പൊസിഷൻ നിർവഹിക്കാൻ എന്നുള്ളത് ഈ ഓർഗനൈസേഷന് തീരുമാനം എടുക്കാൻ പറ്റും. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആ ജോലിക്ക് ആവശ്യമാണ് എന്ന്, അപ്പൊ അത് നമുക്ക് ആ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? ഓർഗനൈസേഷൻ അതനുസരിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. 5 വർഷം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ ആ പൊസിഷനിലേക്ക് എന്താ നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ എന്താ പറയാ അവരുടെ ഇത് നോക്കിയിട്ട് ആ കാൻഡിഡേറ്റ്സിന് അതിനുള്ള കഴിവുണ്ടോ, സ്കില്ലുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ആ പൊസിഷനിലേക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. Then, however, if there is a scarcity of qualified candidates in the market, the company must make a prompt selection decision. എന്താ prompt എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള. മാർക്കറ്റില് നമ്മുടെ യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സ്, അതായത് ആ പൊസിഷനിലേക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന്റെ അതിന് നമ്മൾ കുറവാണെങ്കിൽ
അതിന്റെ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കുറവ്. ആ ജോലിക്ക് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സ് മാർക്ക് ചില കുറവാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്നു? പെട്ടെന്നുള്ള ഒരു സെലക്ഷൻ ഡിസിഷൻ എടുക്കും. ഒരുപാടൊന്നും നോക്കാനോ അല്ലെങ്കിൽ അതിന് പറ്റിയ ആളുകൾ അവിടെ പുറത്തില്ലായിരിക്കാം, മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരിക്കാം. അപ്പൊ കമ്പനി എന്ത് ചെയ്യുന്നു? ഉള്ള ആളുകളെ വെച്ചിട്ട് പെട്ടെന്ന് ഒരു എന്ത് ചെയ്യുന്നു? സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ആദ്യത്തെ പാരഗ്രാഫ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നോട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ല ആ 4 സെന്റൻസും ചോദിക്കാം. പിന്നെ അത് കറക്റ്റ് ഡിസിഷൻ ഏതാണ്, സെലക്ഷൻ ഇറർ ഏതാണ്, അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ നോട്ട് ചെയ്ത് എടുത്തിട്ടില്ലേ? അത് ഷോർട്ട് ചെയ്ത് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി തന്നതാണ് കേട്ടോ. 4 ഔട്ട്കം ഉണ്ട്. ട്രൂ പോസിറ്റീവ് ഉണ്ട്, ട്രൂ നെഗറ്റീവ് ഉണ്ട്, ഫോൾസ് നെഗറ്റീവ് ഉണ്ട്, ഫോൾസ് പോസിറ്റീവ് ഉണ്ട്. എഴുതിയത് ഒന്നുകൂടി നോക്കിയേ. ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എഴുതി വെച്ചത്? നല്ല കാൻഡിഡേറ്റ്സ് ആണ്. അതായത് ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള നല്ല ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഹിയറിംഗ് പ്രോസസ്സിലൂടെ വിജയകരമായി കണ്ടെത്തുന്നു. എഴുതിയതൊന്നുകൂടി നോക്കട്ടോ. നല്ല ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹിയറിംഗ് പ്രോസസ്സിലൂടെ വിജയകരമായി കണ്ടെത്തുന്നു. അതായത് ഓർഗനൈസേഷൻ എന്താണ്? സക്സസ് പ്രെഡിക്റ്റഡ്, കാൻഡിഡേറ്റ്സും അതിന് സക്സസ് ആണ്. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതാണ് ഞാൻ ഓരോന്നും കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചത്. ലാസ്റ്റ് പറയുമ്പോൾ മൊത്തം കുഴഞ്ഞൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് എഴുതി കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചത് സംശയം ഉണ്ടോന്ന്. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ എന്താ എഴുതി വെച്ചത്? ട്രൂ നെഗറ്റീവ് ആണ്. അതെന്താ എഴുതിയത്? ആ റോളിന് ഗുഡ് ഫിറ്റ് അല്ല, അയാള് ആ പൊസിഷൻ നിർവഹിക്കാൻ ഗുഡ് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്തു. കണ്ടോ? അതാണ് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. അതായത് ആ ജോലിക്ക് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്തു. അപ്പൊ നമ്മൾ എന്താ? ഓർഗനൈസേഷൻ എന്താ? ഫെയിലിയർ പ്രെഡിക്റ്റഡ്. ഫിറ്റ് അല്ലാത്തതുകൊണ്ട് റിജക്ട് ചെയ്തില്ലേ? ആ ഓർഗനൈസേഷന്, ആ സ്ഥാപനത്തിന് നല്ല കാൻഡിഡേറ്റിനെ കിട്ടിയോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ്? ഓർഗനൈസേഷൻ ഫെയിലിയർ പ്രെഡിക്റ്റ് ചെയ്തു. കാൻഡിഡേറ്റ്സിനും അവരും ഫെയിലിയർ ആണ്, അവർക്കും ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ അവരതിന് ഫിറ്റ് അല്ല എന്ന് പറഞ്ഞ് അവരെ റിജക്ട് ചെയ്തില്ലേ? രണ്ടുപേരും എന്താ? ഫെയിലിയർ പ്രെഡിക്റ്റഡ്. ഓർഗനൈസേഷൻ ഫെയിലിയർ പ്രെഡിക്റ്റഡ്, കാൻഡിഡേറ്റ്സ് ഓൾസോ ഫെയിലിയർ. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് ഓക്കെ ആണോ? രണ്ടാമത്തത് പറഞ്ഞല്ലോ. ഓക്കെ, ഫിറ്റ് അല്ലാത്തതുകൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്തു. അതാണ് ഞാൻ ചെറുതാക്കി തന്നത്. ഒറ്റ സെന്റൻസ് അവിടെ നോക്കിയാൽ മതി. ഫിറ്റ് അല്ലാത്തത് കൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്തു. അതായത് ഓർഗനൈസേഷൻ ഫെയിലിയർ പ്രെഡിക്റ്റ് ചെയ്തു, കാൻഡിഡേറ്റ്സും ഫെയിലിയർ ആണ്. അടുത്തതാണ് ഫോൾസ് നെഗറ്റീവ് ആണ് പറഞ്ഞത്. ഫോൾസ് നെഗറ്റീവ് അതെന്താ? നല്ല കഴിവുണ്ടവര്, നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ യോഗ്യരല്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്തതാണ്. ഒരു പ്രിഡിക്ഷൻ പോലെയാണ് അല്ലെ? അതായത് കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ യോഗ്യരല്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്തു. അപ്പൊ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഫെയിലിയർ പ്രിഡിക്റ്റഡ്, കഴിവുണ്ടായിരുന്നു അല്ലെ, കഴിവില്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്തു. മനസ്സിലായില്ലേ? അവർക്ക് കഴിവില്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്തു. ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ നോക്കിയേ, ഫെയിലിയർ പ്രിഡിക്റ്റഡ്, കാൻഡിഡേറ്റ്സ് സക്സസ് തന്നെയല്ലേ, അവർക്ക് നല്ല കഴിവുണ്ടല്ലോ, ഇല്ലേ? കഴിവില്ലേ അവർക്ക്? കാൻഡിഡേറ്റ്സും സക്സസ് ആണ്. എന്നാൽ ഓർഗനൈസേഷൻ എടുത്തൊരു തെറ്റാണ്. അതായത് ഫെയിലിയർ പ്രിഡിക്റ്റ് ചെയ്തു. അതായത് കഴിവുള്ള കാൻഡിഡേറ്റ് ആണ്, പക്ഷെ യോഗ്യരല്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്തതാണ്. ലാസ്റ്റ് നോക്കിയേ, ഫോൾസ് പോസിറ്റീവ് ആണ്. ഫോൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സെലക്ഷൻ പ്രോസസ്സിലൂടെ നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ഫിറ്റ്നസ് കണ്ടെത്തുന്നത് നമ്മൾ പരാജയപ്പെട്ടു. കണ്ടോ? അതായത് കാൻഡിഡേറ്റ്സിന്റെ ഫിറ്റ്നസ് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു. യഥാർത്ഥത്തിൽ യോജിച്ച ആളെയല്ല കണ്ടെത്തിയത്. അത് ആ സ്ഥാപനത്തിന് അറിയാം. യഥാർത്ഥത്തിൽ യോജിച്ച ആളല്ല എന്നുള്ളത് അറിയാലോ അല്ലെ? അതായത് നമ്മുടെ സെലക്ഷൻ രീതി ശരി തന്നെയാ. നമ്മളിപ്പോ വേറെ ആൾക്കാരില്ലാത്തത് കൊണ്ട് ആ പൊസിഷനിലേക്ക് പിടിച്ചിട്ടു അത്രയും വിചാരിച്ചാലേ. അവിടെ വേറെ കാൻഡിഡേറ്റ് യോഗ്യരായ ആരും വന്നില്ല, യോഗ്യരായ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ഒരാളെ നമ്മൾ എന്തായാലും ആ പൊസിഷനിൽ കൊടുക്കണമല്ലോ, അതുകൊണ്ട് അതിലേക്ക് പിടിച്ചിട്ടു. അതായത് കണ്ടെത്തി, പക്ഷെ അത് തെറ്റാണ്, ഫോൾസ് ആണ്. അതായത് നമ്മുടെ സെലക്ഷൻ രീതി ശരി തന്നെയാണ്. നമ്മുടെ സെലക്ഷൻ രീതി ശരി, അതായത് നമുക്കറിയാം അയാൾ ശരിയല്ലാന്നുള്ളത് അല്ലെ? അതാണ്. അപ്പൊ സക്സസ് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സെലക്ഷൻ രീതി ശരി തന്നെയാ അല്ലേ? ശരിയല്ലേ?
അവർക്ക് അറിഞ്ഞുകൊണ്ടല്ല അവർ ചെയ്തത്, ആണോ? ആ സ്ഥാപനം അറിഞ്ഞുകൊണ്ടല്ലേ? അവർക്കറിയാം, എന്താ പറയാ, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഗതികേട് കൊണ്ട് അയാളെ ഇട്ടുന്നുള്ളൂ. അതായത് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സക്സസ് പ്രെഡിക്റ്റഡ്, ആ ഓർഗനൈസേഷൻ ചെയ്ത് സെലക്ഷൻ ശരിയായ രീതി തന്നെയാണ്. നമുക്ക് വേറെ ആളില്ലാത്തത് കൊണ്ട് അവിടെ ഇട്ടുന്നുള്ളൂ കേട്ടോ. അതാണ് സക്സസ് പ്രെഡിക്റ്റഡ്. കാൻഡിഡേറ്റ്സ് അപ്പോഴും ഫെയിലിയർ തന്നെയാണ്. അതായത് കാൻഡിഡേറ്റ്സ് യോജിച്ചതല്ല. ഓക്കെ, ഇനി ആർക്കും സംശയമില്ലല്ലോ സെക്ഷൻ. അതിന്റെ ആദ്യത്തെ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ 4 പോയിന്റ്സ് അടുത്തടുത്ത് തന്നെ ട്രൂ, പോസിറ്റീവ്, ട്രൂ, നെഗറ്റീവ് എന്നുള്ളതല്ലേ, അത് 4 പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം നമുക്ക്. പ്രോസസ്സ്, ഇത് എളുപ്പമുള്ള കേട്ടോ. പ്രോസസ് ഓഫ് സെലക്ഷൻ. ഓക്കെ, ഇതിലൂടെ പോയില്ലേ? ഫോളോ ചെയ്യണല്ലേ? Process of selection. Selection method determines whether or not the qualification of the job applicants are in accordance with the job requirement. സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞത്, ആ സെലക്ഷൻ മെത്തേഡ് എന്താ നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആപ്ലിക്കന്റ് വെദർ ഓർ നോട്ട് ദ ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ, ഏത് ഓഫ് ദ ജോബ് ആപ്ലിക്കൻസ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ജോബ് റിക്വയർമെന്റ്സ്. ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് ആ ജോബ് ആപ്ലിക്കൻസിന് ക്വാളിഫിക്കേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന ഒരു മെത്തേഡാണ് സെലക്ഷൻ മെത്തേഡ്. ശരിയല്ലേ? ആ സെലക്ഷൻ മെത്തേഡിലൂടെയല്ലേ നമ്മൾ അയാള് ആ ജോലിയുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് ക്വാളിഫൈഡ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വെറുതെ നമുക്ക് അറിയില്ല. ഒരു നല്ലൊരു സെലക്ഷൻ മെത്തേഡിലൂടെയാണ് ഫിറ്റ് ആയിട്ടുള്ളവരെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ട് അവിടെ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തില്ലേ? Dash method determine whether or not the qualification of the job applicant are in accordance with the job requirements. Then the selection method assess the performance of the job applicants. Selection method and the performance of the job applicant. Job applicants in the performance in the assess selection method. The selection method assess the performance of the job applicants. Job applicants in the performance എങ്ങനെയാ, അവരുടെ പ്രകടനം എന്താണെന്ന് അസസ് ചെയ്യുന്നു ഏത് സെലക്ഷൻ മെത്തേഡ്. സെലക്ഷൻ മെത്തേഡ്സ് അവിടെ കുറച്ച് നോക്കിയേ. ആപ്ലിക്കേഷൻ ബ്ലാങ്ക്, സെലക്ഷൻ ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ് ചെക്ക്, ഇതൊക്കെ പല സെലക്ഷൻ മെത്തേഡ് ആട്ടോ. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടോ ഏതൊക്കെയാന്നുള്ളത് കേട്ടോ. ആപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്ന് പറഞ്ഞ വേറല്ല, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യില്ലേ, അത് തന്നെ. കാൻഡിഡേറ്റ്സിന്റെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി പൂരിപ്പിക്കുന്ന ഫോമാണ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ഇല്ലേ. അത് ഇവിടെ പേഴ്സണൽ ആയിട്ടുള്ളതുണ്ടാവും, പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പേര്, അഡ്രസ്, കാര്യങ്ങള്, ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോമാണ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക്. ഇതെല്ലാം സെലക്ഷൻ മെത്തേഡ്സ് ആണ് കേട്ടോ. Which when used in proper sequence constitute a selection process. കണ്ടോ, ഇതൊക്കെ ശരിയായ ക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം നോക്കണം, സെലക്ഷൻ ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ ഫിറ്റ് ആണോ, അതൊക്കെ റെഫറൻസ് റെഫറൻസുകളെ ചെക്ക് ചെയ്യണം. ഇതെല്ലാം ശരിയായിട്ടുള്ള ഒരു സീക്വൻസിലൂടെ അല്ലെങ്കിൽ ശരിയായ ക്രമത്തില് ഇത് ഉപയോഗിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നല്ലൊരു സെലക്ഷൻ മെത്തേഡായി മാറുന്നത്. ഒരെണ്ണം മാത്രം നോക്കിയാൽ പോരാ, ഇതെല്ലാം ശരിയായ സീക്വൻസിൽ ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു സെലക്ഷൻ മെത്തേഡ് ആകുന്നത്. ഈ കാര്യങ്ങള് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. The selection process consists of various barriers of stages. കണ്ടോ, ഇനി എന്താ പറഞ്ഞാൽ പല തടസ്സങ്ങളുണ്ട്, അതിൽ പല സ്റ്റേജസ് ഉണ്ട് സെലക്ഷൻ പ്രോസസ്സിൽ. ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് തീരുന്നതല്ല പ്രോസസ് ഓഫ് സെലക്ഷൻ. അത് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. Selection aims at generating full information regarding the candidate in order to determine whether they are appropriate for the job or not. പറഞ്ഞത് തന്നെയാ എന്താ സെലക്ഷന്റെ എയിം എന്ന് പറഞ്ഞത്. എന്താ എയിം? ആ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫർമേഷനും, അത് എന്തിനു വേണ്ടി നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ആ ജോലിക്ക് അവര് ആപ്റ്റാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയല്ലേ.
അനുയോജ്യരാണോ അത് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മുടെ സെലക്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. കാൻഡിഡേറ്റ് ആ ഒരു പൊസിഷനിൽ അനുയോജ്യരാണോ, അപ്രോപ്രിയേറ്റ് ആണോ, ആ ജോലി നിർവഹിക്കാൻ അവര് ആപ്റ്റ് ആണോ എന്നൊക്കെ നിർണ്ണയിക്കുന്നതിന് അവരെ കുറിച്ചുള്ള വിവരങ്ങള് സൃഷ്ടിക്കുക. അതാണ് സെലക്ഷന്റെ എയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. Selection aims at generating full information. ആരെ സംബന്ധിക്കുന്നത്? Regarding the candidate. എന്തിനു വേണ്ടിയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നത്? Determine whether they are appropriate for the job or not. ആ ജോലിക്ക് അവർ അനുയോജ്യരാണോ അല്ലയോ? ക്ലിയർ ആയോ? ആ ജോലിക്ക് അവര് അനുയോജ്യരാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നത്. The selection process differs between organization and across different jobs. കണ്ടോ, സെലക്ഷൻ പ്രോസസ് വ്യത്യാസപ്പെടും. ഏത് ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനത്തിലും ആളുകളുടെ ജോലിയെയൊക്കെ സംബന്ധിച്ചിട്ട് നമ്മുടെ സെലക്ഷൻ പ്രോസസ് വ്യത്യാസപ്പെടും. അല്ലാതെ എല്ലാവർക്കും ഒരേ രീതിയാവണമെന്നില്ല കേട്ടോ. അതിന് minute ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവാം. അതിനകത്ത് therefore ideal process of selection includes the following steps. അപ്പൊ സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്പുകള്, സ്റ്റെപ്പ് 1 ഇത് നോട്ട് ചെയ്തിട്ടോ. സ്റ്റെപ്പ് 1 ഏതാണ്, സ്റ്റെപ്പ് 2 ഏതാണ്, സ്റ്റെപ്പ് 3 ഏതാണ്, അല്ലെങ്കിൽ ആ സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്നൊക്കെ നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസിനെ സ്ക്രീനിങ് നടത്തുന്നു. അതായത് ആപ്ലിക്കേഷൻ ഫോം കണ്ടോ, ആപ്ലിക്കേഷൻ ഫോമുകൾ കേട്ടോ, ഫോംസ്. Then selection test. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ നോക്കി അതിന് കഴിഞ്ഞിട്ട് സെലക്ഷൻ ടെസ്റ്റുകളാണ്. പിന്നെ എന്താണ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് സെലക്ഷൻ ഇന്റർവ്യൂസ് നടത്തും. എന്നിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ. പിന്നെ അടുത്തത് എന്താ? റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തും. Then ഹിയറിംഗ് ഡിസിഷൻ, തീരുമാനം. ഓക്കെ, ഇത്രയാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സ്. പ്രൊസീജിയർ, സെലക്ഷൻ പ്രൊസീജിയറിന്റെ സ്റ്റെപ്സ് ആണ്. ക്ലിയർ ആണോ? സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഇനി ഓരോന്ന് നമുക്ക് താഴെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇന്റർവ്യൂവിനൊക്കെ ഇതിലൊക്കെ പോയവരുണ്ടോ? ഈ സെലക്ഷൻ പ്രൊസീജിയറൊക്കെ ഇതിലൂടെയൊക്കെ കടന്നു പോയ ആളുകളുണ്ടോ? ഉണ്ടോ? ബേബി, രമ്യ, അനീഷ ഉണ്ടോ? യെസ്, അനീഷ, ജിഷ, ഇവരൊക്കെ ഈ ഒരു പ്രൊസീജിയറിലൂടെ കടന്നു പോയതാട്ടോ. നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സുമിഷ, വിനോദ്, അവരൊക്കെ ഈ ഒരു കടമ്പ ചാടിക്കടന്നതാണ് അല്ലെ. എന്നിട്ട് അവിടെ എന്തായി? ഓക്കെ ആയോ? ജോലിയൊക്കെ ശരിയായോ? ഓക്കെ ആണ് അല്ലെ. അനീഷ വർക്ക് ചെയ്യുന്നുണ്ടോ? സനയ, സനു വർക്ക് ചെയ്യണ്ടോടാ? വർക്ക് ചെയ്യണ്ടോ? നോ, ഇപ്പോഴില്ല. ഓക്കെ. അപ്പൊ നമുക്കൊന്ന് കടന്നു പോയി നോക്കാം എന്തൊക്കെയാണ് ആ പ്രൊസീജിയർ, അവരെന്താ ചെയ്യണേന്ന് നോക്കാം. ഫസ്റ്റ് നോക്കി, സ്ക്രീനിങ് ഓഫ് റിസൈൻ ചെയ്തോ? ഇപ്പോഴില്ല. ഓക്കെ, സാരില്ല, നമുക്ക് ബെറ്റർ ജോലിക്ക് വേണ്ടി ആകാം എന്ന് വിചാരിക്കാം. നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു പൊസിഷനിലേക്ക് നമുക്ക് കയറാലോ. ഓക്കെ, എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാം. ഇപ്പൊ അവിടെ ജസ്റ്റ് എന്തെങ്കിലും കാരണം കൊണ്ടാവാല്ലേ നമ്മളിപ്പോ ഒരു ജോലിക്ക് കയറിയാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നില്ല. അതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാവാം. ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ജോലി നമുക്ക് ഫിറ്റ് അല്ലാത്തത് കൊണ്ട്, നമ്മളതൊക്കെ പറഞ്ഞില്ലേ, ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് റിസൈൻ ചെയ്ത് പോരാ. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം ഒരു നല്ലതിനാന്ന് വിചാരിക്കാം. അപ്പൊ നോക്കിയേ, സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്. ഹെൽത്ത് ഇഷ്യൂ ആണോ അനീഷയ്ക്ക്? അതെ, ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്തോ? ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാ പറഞ്ഞത്. ഇതാണ്. ഓക്കെ, ഹെൽത്ത് ഒക്കെ വേഗം ഓക്കെ ആവും. നോക്കിയേ, ഇപ്പൊ എന്തായാലും റെസ്റ്റ് എടുക്കല്ലേ, അപ്പൊ നല്ല ഫുഡൊക്കെ കഴിച്ച് ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആവും കേട്ടോ. സ്ക്രീനിങ് ഓഫ്, അപ്പൊ ഫസ്റ്റ് എന്താ നമ്മൾ സ്ക്രീനിങ് നടത്തുക, അതായത് ആപ്ലിക്കേഷൻ ഫോം. നമ്മൾ എന്താണെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം അല്ലെ. നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്കാണെങ്കിലും അവിടെ ഒരു ഫോം ഉണ്ടാവും. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ആദ്യം
തന്നെ എന്താ ഫില്ല് ചെയ്യണം. അതിനകത്ത് നമ്മളെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസിനെ സ്ക്രീൻ ചെയ്യുന്ന അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ഇൻക്ലൂഡ്സ് ഫില്ലിംഗ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം ബൈ ദ കാൻഡിഡേറ്റ്സ്. എന്താ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്? filling up the application form by the candidates. എന്താ കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്നു. അതാണ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. These application form contain information about the applicant such as personal biodata. ഇനി ആ ഫോമിൽ എന്താ ഉള്ളത് നോക്കാട്ടോ. ഫില്ല് ചെയ്യാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. ഈ ഫോം ഫില്ല് ചെയ്യാത്തവരുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചേ. എന്തൊക്കെയാ അതിനകത്ത് ഉള്ളത്? ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉള്ളത് നോക്കിയേ. സച്ച് ആസ് എ പേഴ്സണൽ ബയോഡാറ്റ. എന്തുണ്ട്? പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ബയോഡാറ്റ, നമ്മുടെ അച്ചീവ്മെന്റ്സ്, നമ്മുടെ നേട്ടങ്ങള്, എക്സ്പീരിയൻസ്, ഇതെല്ലാം ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ. അവിടെ എന്തായാലും ചോദിക്കുന്ന ഒരു കാര്യം എക്സ്പീരിയൻസ് അല്ലെ. എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അത് കാണിക്കണം. അപ്പൊ അവര് ജോലിക്ക് എടുക്കുമ്പോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പിന്നെ അധികം ട്രെയിനിങ് കൊടുക്കണ്ടല്ലോ. അവരുടെ ജോലി പകുതി എളുപ്പമാവില്ലേ. അപ്പൊ അതുകൊണ്ട് എവിടെ ചെന്നാലും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ നമ്മൾ ഓരോ സ്ഥലത്താണ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ച് കൈ പിടിച്ചോളണം. പക്ഷെ വേറൊരു ജോലിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാലോ ഇത്ര വർഷം നമ്മുടെ ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത്. അത് നമുക്ക് ആ ജോലി കിട്ടാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാവും. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെയാ ഉള്ളത് കേട്ടോ. പേഴ്സണൽ ബയോഡാറ്റ, അവരുടെ അച്ചീവ്മെന്റ്സ്, എക്സ്പീരിയൻസ്, ഇതെല്ലാം ആപ്ലിക്കേഷൻ ഫോമിലുണ്ട്. This type of information is used in order to get the right candidate. ഇനി എന്തിനാ ഈ ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ എന്തിനാണ്? നമ്മള് ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അല്ലെ സെലക്ട് ചെയ്തതിന് വേണ്ടിയിട്ടാ. This type of information is used in order to get the right candidate who is eligible for the vacant position. കണ്ടോ? ആ ഒരു വേക്കന്റ്, ആ ഒരു പൊസിഷനിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഫോം നോക്കിയാൽ മതിയില്ലേ. അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങള് നോക്കിയിട്ട് തന്നെ നമുക്ക് ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടോ? നമുക്ക് നേടുന്നതിന് വേണ്ടിയാ. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. എന്തൊക്കെയാ ഉള്ളതെന്ന് വേണം. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. It can also be used for maintaining a permanent record of the candidates who are selected. പിന്നെ എന്താ? പെർമനന്റ്, ഒരു സ്ഥിരമായിട്ടുള്ള റെക്കോർഡ്. ആരെ കുറിച്ച്? ആ സെലക്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് സംബന്ധിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ആ പെർമനന്റ് സ്ഥിരമായിട്ടുള്ള ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഈ ആപ്ലിക്കേഷൻ ഫോം ചെയ്യും. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ ജോലിക്ക് കയറുമ്പോ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ജോലിയിലുടനീളം അവിടെ അത് ഉണ്ടാവും, റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മളെ കുറിച്ച് ഇപ്പൊ നമുക്ക് എന്താ പറയാ എന്തെങ്കിലും പ്രൊമോഷനോ മറ്റോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ഫോം ഒന്ന് വെരിഫൈ ചെയ്താൽ മതി അല്ലേ. അവരുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പൊ അതെന്താ? ഒരു പെർമനന്റ് റെക്കോർഡ്. മെയിൻറ്റെയിനിങ് എ പെർമനന്റ് റെക്കോർഡ് ഓഫ് ദ candidates who are selected. ആ സെലക്ടഡ് കാൻഡിഡേറ്റ്സിന്റെ പെർമനന്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ ഫോം യൂസ് ചെയ്യുന്നുണ്ട്. Then after screening all the applicants, ഇനി എല്ലാ ആപ്ലിക്കൻസിനെയും ഇങ്ങനെ സ്ക്രീൻ ചെയ്തതിനു ശേഷം only those candidates are permitted the continuation of the selection process. പെർമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അനുവദിക്കുക എന്നുള്ളത് കേട്ടോ. അതായത് ഇതെല്ലാം നമ്മൾ ആ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് only those candidates are permitted. എന്താ പറയാ ആ കാൻഡിഡേറ്റ്സിന് എന്തിനാ? ആ സെലക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂസ്ലി ചെയ്യാൻ അനുവദിക്കും അല്ലെ. അനുവാദമുള്ളൂ. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് മാത്രം, സ്ക്രീനിങ് കഴിഞ്ഞ് ഓക്കെ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ആ സെലക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ. അല്ലാത്ത ആൾക്കാരെയൊക്കെ പിന്നെ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലേ. If the candidates match the job requirements are more than the vacant position, the organization goes only for a few chosen candidates for further selection process. എന്താ പറഞ്ഞേക്കണേ? If the candidates matching the job requirement are more than the vacant position. കണ്ടോ? വേക്കന്റ് പൊസിഷൻ ഇപ്പൊ ഒരു 10 പൊസിഷനുള്ളൂ, പക്ഷെ അവിടെ കാൻഡിഡേറ്റ്സ് കൂടുതലാണ്.
ആ ജോലിക്ക് മാച്ച് ആയിട്ടുള്ള 20 പേര് അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് വേക്കന്റ് പൊസിഷൻ 10 ഉള്ളൂ. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ഓർഗനൈസേഷൻ ഗോസ് ഓൺലി ഫോർ എ ഫ്യൂ ചൂസൺ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ അടുത്ത ഫർദർ സെലക്ഷൻ പ്രോസസ്സിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ. 20 പേരും ആപ്റ്റ് ആണ്. പക്ഷെ നമുക്ക് 10 പേരെ വേക്കന്റ് പൊസിഷൻ മതിയെങ്കിൽ അതിൽ നിന്ന് 10 പേരെ മാത്രം അടുത്ത സെലക്ഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുപോയാൽ പോരെ? 20 പേരെ കൊണ്ടുപോകണ്ടല്ലോ, വെറുതെ എന്തിനാ അല്ലെ? 10 പേരെ മതിയെങ്കിൽ പിന്നെ അതിൽ നിന്ന് 10 പേരെ മാത്രം ഉണ്ടായാൽ പോരെ? 20 പേര് ഓൾറെഡി കറക്റ്റ് മാച്ചായിട്ടുള്ളവരുണ്ട്. പക്ഷെ എന്താണ് അവിടെ പറഞ്ഞിരുന്ന ഓർഗനൈസേഷൻ അതിൽ നിന്ന് കുറച്ച് ചൂസൺ കാൻഡിഡേറ്റ്സിന് മാത്രമേ, അതായത് അവർക്ക് എത്ര വേക്കൻസി ഉണ്ട് അങ്ങനെയുള്ളത് മാത്രമേ അടുത്ത ഫർദർ സെലക്ഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ, അത് ചൂസ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആയോ? അത്രയാണ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ എന്താ? അത് കഴിഞ്ഞു കേട്ടോ, ആ കടമ്പ നമ്മൾ കടന്നു. ഇനി നെക്സ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. സെലക്ഷൻ ടെസ്റ്റുകൾ. Every organization has its own rules for selection process. കണ്ടോ, എല്ലാ ഓർഗനൈസേഷനും എന്തുണ്ട്? അവരുടേതായ ഒരു റൂൾ ഉണ്ട്. എന്തിന്? അവരുടെ ആ സെലക്ഷൻ പ്രോസസ്സിൽ. ഇപ്പൊ ഞാനൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തില് നമ്മുടേതായിട്ടുള്ള ഒരു റൂൾസ് ഉണ്ട് സെലക്ഷന്. റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് സെലക്ഷൻ പ്രോസസ്സിൽ. ടു ഗ്യാദർ ദ നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് ഓർ ടു റിജക്ട് ദ കാൻഡിഡേറ്റ്സ് ഹു ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ ദ ഇന്റർവ്യൂ. എന്താ പറഞ്ഞേക്കണേ? ഉണ്ടോ? അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർക്കുടെ റൂൾസ് എന്ന് പറഞ്ഞത്? ഓരോ ഓർഗനൈസേഷനും അവരുടേതായ സെലക്ഷൻ പ്രോസസ്സിൽ അവരുടേതായ റൂൾസ് ഉണ്ട്. ടു ഗ്യാദർ ചെയ്യുക, ശേഖരിക്കുക, കളക്ട് ചെയ്യുക. എന്ത്? നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. ഈ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ. അല്ലെങ്കിലോ ഓർ ടു റിജക്ട് ദ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ. ഹു ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് ക്വാളിഫൈഡ് അല്ലാത്ത, അടുത്തതാട്ടോ സെലക്ഷൻ ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂവിന് എന്താ പറയാ, ക്വാളിഫൈഡ് അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാനായിട്ട് ഓരോ സ്ഥാപനത്തിനും അവരുടേതായ ഒരു സെലക്ഷൻ പ്രോസസ് ഉണ്ട്. Generally, the selection test support the information provided by the applicants in the application form. Underline ചെയ്ത സെന്റൻസ്. Selection test support the information. എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? Support the information provided by the applicant in the application form. കണ്ടോ, ആപ്ലിക്കേഷൻ ഫോമില് ഈ ആപ്ലിക്കൻസ് പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? സെലക്ഷൻ ടെസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേട്ടോ, സപ്പോർട്ട് ആ ആപ്ലിക്കേഷൻ ഫോമിലുള്ള വിവരം സെലക്ഷൻ ടെസ്റ്റിന് ഒരു സപ്പോർട്ട് തന്നെയാണെന്നാ പറയണേ. കേട്ടോ, ആ ഫോം കൂടി നമ്മൾ ആ കൂട്ടത്തിൽ നോക്കും. മനസ്സിലായോ? സെലക്ഷൻ ടെസ്റ്റ് സപ്പോർട്ട് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്ന? ദ ഇൻഫർമേഷൻ പ്രൊവൈഡ് ബൈ ദ ആപ്ലിക്കൻസ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കൻസ് ആപ്ലിക്കേഷൻ ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഇല്ലേ, അത് ആ സെലക്ഷൻ ടെസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെലക്ഷൻ ടെസ്റ്റിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. A selection test could supply beneficial information in the terms of their aptitude, hobbies, personality, etc. അല്ല, എന്തൊക്കെയാണ് സെലക്ഷൻ ടെസ്റ്റില് നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻ പറയേണ്ടത്? ഇതുകൂടാതെ അവരുടെ അഭിരുചി, അല്ലെ, ആറ്റിറ്റ്യൂഡ്, അവരുടെ ഹോബീസ്, പേഴ്സണാലിറ്റി, which cannot be obtained through the application form. ഇതെല്ലാം ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് നമുക്ക് കിട്ടോ? ആപ്ലിക്കേഷൻ ഫോമില് നമ്മുടെ എന്താ പറയാ, അതിനൊരു ലിമിറ്റഡ് ഉണ്ട് അല്ലെ, ലിമിറ്റഡ് കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത് ഇവിടെ. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് ലഭിക്കാത്ത കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവരുടെ അഭിരുചികള്, അല്ലെങ്കിൽ ഹോബീസ്, പേഴ്സണാലിറ്റി എന്നിവയെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ സെലക്ഷൻ ടെസ്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അത് നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ കിട്ടൂല. ആപ്ലിക്കേഷൻ ഫോമിൽ അത് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യണ്ട. അങ്ങനെയുള്ള സെലക്ഷൻ ടെസ്റ്റിന് അത് കിട്ടുന്നു. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള, അല്ലെ, നമുക്ക് ആ ജോലിക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ ഫോമിൽ കിട്ടാത്ത ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ സെലക്ഷൻ ടെസ്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞാൽ അടുത്തതാണ് സെലക്ഷൻ ഇന്റർവ്യൂ. അടുത്തത് ഇന്റർവ്യൂ ആണ്. നമുക്കറിയാം അല്ലെ, ഇന്റർവ്യൂ എന്നൊക്കെ അറിയാം.
The selection tests are followed by a personal interview with the candidates. The selection test follow ചെയ്തിട്ട് അടുത്തത് എന്താ പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ കേട്ടോ. അതാണ് ആ കറക്റ്റ് ഓർഡർ നമ്മൾ പഠിച്ചു വെക്കണം എന്ന് പറയാം. ഓരോ സ്റ്റെപ്പുകളും ഓർഡർ പഠിച്ചു വെക്കണം. അപ്പൊ സെലക്ഷൻ ടെസ്റ്റിന് ശേഷം നെക്സ്റ്റ് എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂ ആണ് കാൻഡിഡേറ്റ്സിന്. The primary goal of the personal interview is to be thoroughly assess the candidates for the job. Like primary goal എന്താ? ആ ഇന്റർവ്യൂ നടത്തുന്നതിന്റെ ഗോൾ എന്താ? ആ ജോലിക്ക് ആ കാൻഡിഡേറ്റ്സ് ആപ്റ്റാണോ അല്ലെ? കാരണം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അസസ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞു ഡയറക്റ്റ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാം. അപ്പൊ ഡയറക്റ്റ് നമുക്ക് പറയാം ആ കാൻഡിഡേറ്റ്സിനെ ഒന്നുകൂടി നമ്മൾ തറവായിട്ട് അല്ലെ സമഗ്രമായിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാ ചെയ്യുന്നത്. അതാണ് പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. The primary goal of a personal interview is dash and thoroughly assess the candidates for the job. ആ ജോലിക്ക് ഉള്ള കാൻഡിഡേറ്റ്സിനെ തറവായിട്ട് അതായത് നമ്മൾ സമഗ്രമായി വിലയിരുത്തുക. It also gives a chance to the candidate to gain the information about the organization. Candidates not chance alone. It also gives a chance to the candidates to gain all the information about the organization. സംബന്ധിക്കുന്ന വിവരങ്ങളിലെ എല്ലാ ഇൻഫർമേഷനും നേടിയെടുക്കാൻ ചെയ്യാൻ കാൻഡിഡേറ്റ്സിനുള്ള ഒരു ചാൻസ് ആണ് സെലക്ഷൻ ഇന്റർവ്യൂ. Sometimes a preliminary interview take place before conducting the test. എന്താണ് നമ്മൾ ആ പ്രിലിമിനറി ഇന്റർവ്യൂ ടേക്ക് പ്ലേസ് ഇതിന് മുന്നേ ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തണം. അതായത് ആ ടെസ്റ്റിന് മുന്നേ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത് ആ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ നമ്മൾ നടത്തണം. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ് എല്ലാ ഈ കാൻഡിഡേറ്റ്സിനെ നേരിട്ട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ ആ സ്ഥാപനവും അതുപോലെ അല്ലെങ്കിൽ അതിന്റെ ടോപ്പിൽ ഇരിക്കുന്നവരും കാൻഡിഡേറ്റ്സ് നമ്മൾ നേരിട്ടുള്ള ഇതാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ആ കാൻഡിഡേറ്റ്സിനെ തറവായിട്ട് അല്ലെ സമഗ്രമായിട്ട് അസസ് ചെയ്യാനായിട്ട് ഈ സെലക്ഷൻ ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യുന്നു. ആ രണ്ട് സെന്റൻസ് നോട്ട് ചെയ്തില്ല. ആദ്യത്തെയും രണ്ടാമത്തെ സെന്റൻസും അതിന് അണ്ടർലൈൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ആണ് മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ നമുക്കറിയാം അല്ലെ എന്തിനു വേണ്ടിയാ? ആ ജോലി ചെയ്യാൻ അവർക്ക് സ്റ്റാമിന ഉണ്ടോ അല്ലേ? മെഡിക്കൽ എക്സാമിനേഷൻ നടത്തൂലേ? ഇപ്പൊ മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തൂലേ? പരിശോധനകൾ കാര്യങ്ങളൊക്കെ മെഡിക്കലി അവരെന്താ ഫിറ്റ് ആണോ ഹെൽത്ത് ഓക്കെ ആണോ അല്ലെ? അതിനുള്ള സ്റ്റാമിന ഉണ്ടോ? ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാ. നാലാമത്തെ സ്റ്റെപ്പാണ് മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് പെർഫോംഡ് ഇൻ ഓർഡർ ടു ഒബ്സർവ് ദ കാൻഡിഡേറ്റ് സ്റ്റാമിന ഓർ patient level under pressure, as there are several jobs which require a lot of patience. എന്താണ് ഒരു പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ ആദ്യ പ്രാഥമിക എന്നുള്ള ഒരു മീനിങ് ആട്ടോ. ഓക്കെ, ഇതും കൂടി ഒന്ന് നോക്കിയേ, എന്നിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ പ്രാഥമിക എന്നുള്ളതാണ് പ്രിലിമിനറി എന്ന് പറഞ്ഞത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് പെർഫോംഡ് ഇൻ ഓർഡർ ടു ഒബ്സർവ് ദ കാൻഡിഡേറ്റ് സ്റ്റാമിന അല്ലെ? അവരുടെ ആ പ്രഷർ അതൊക്കെ പേഷ്യന്റ് ലെവൽ അണ്ടർ പ്രഷർ ആ പേഷ്യന്റ് ലെവല് ആ കാൻഡിഡേറ്റ്സ് ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാമിന ഉണ്ടോ ഇതൊക്കെ നമ്മള് അല്ലെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനാ? there are several jobs which require a lot of patience. എന്താ പറഞ്ഞേക്കുന്നേ? ഒത്തിരി ക്ഷമ ആവശ്യമുള്ള ഒത്തിരി ജോലി ഉണ്ടല്ലേ അല്ലെ? പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമ. നമുക്ക് ആ വലിയ പ്രഷർ കൂടി എന്താ പറയാ ചില വളരെ നമ്മള് എന്താ വളരെ ഒത്തിരി ദേഷ്യത്തിൽ അല്ലെ പെട്ടെന്ന് അങ്ങനെയൊന്നും ചെയ്യില്ല. ചില ജോലികൾ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല ക്ഷമ വേണം അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവര് ഒക്കെ നമ്മള് ഒത്തിരി BP അല്ലെ അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ള അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മെഡിക്കലി അവര് ഫിറ്റ് ആണോ എന്നുള്ളതും നമ്മൾ നോക്കണം. ആ ഫസ്റ്റ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. Then medical examination evaluate whether the candidate possesses these qualities or not.
അത്രേ ഉള്ളൂ. അതായത് എന്താ, മെഡിക്കൽ എക്സാമിനേഷൻ എന്ത് ചെയ്തു, ഇവാലുവേറ്റ് വെദർ ദ കാൻഡിഡേറ്റ്സ് possess the quality ഉണ്ടോ ഇല്ലയോ, അതിന് ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ അത് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. It defines the deficiency of the selective and qualitative placement for the positive course and not for rejection only. എന്താ പറഞ്ഞാൽ ഇത് നമ്മൾ റിജക്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല. ഈ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിനും ഗുണപരമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് പ്രചോദനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു നല്ലൊരു പ്ലേസ്മെന്റ് കൊടുക്കാൻ അതാണ് നമ്മള് അവരെ ആ റിജക്ട് ചെയ്യുക. മെഡിക്കൽ എക്സാമിനേഷൻ നോക്കുക അല്ലെങ്കിൽ ആ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ അതിന് ആപ്റ്റല്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്നതിന് മാത്രമല്ല, പ്ലേസ്മെന്റിന് ഒരു പോസിറ്റീവ് തെരഞ്ഞെടുപ്പിന് അതായിട്ടുള്ള ഒരു പ്ലേസ്മെന്റിനും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതും അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ് ഫോർ ദ ജോബ്. അതാണ് ഉണ്ടോ ഈ മെഡിക്കൽ എക്സാമിനേഷൻ ഇൻഡിക്കേറ്റ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ ജോബ് ആൻഡ് പ്രിവെന്റ് ഹിസ് ട്രാൻസ്ഫർ ടു അതർ ജോബ് പൊസിഷൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിന് ഫിറ്റ് അല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ ജോലിയിലേക്ക് ഇടാം, അങ്ങനെയുള്ളത് ഉണ്ടാവും. അത് മറ്റുള്ള ജോലിയിലേക്കുള്ള ട്രാൻസ്ഫറിനെ തടയാൻ സഹായിക്കുന്നു. അതായത് നമ്മൾ കറക്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ നോക്കി കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ആ കാൻഡിഡേറ്റ്സിനെ ആ ജോലിയിലേക്ക് വെക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് വേറെ എന്താ ട്രാൻസ്ഫർ കുറച്ചു നാള് ജോലി ചെയ്തപ്പോ നിനക്ക് എന്താ പറയാ അത് ഫിറ്റ് അല്ല, നിന്നെ വേറെ ജോലിയിലേക്ക് ഇടാം അങ്ങനെയൊക്കെ പറയുന്നത് അത് തടയാനും സഹായിക്കുന്നു. അതൊന്നും അണ്ടർലൈൻ ചെയ്തു. ലാസ്റ്റ് സെന്റൻസ്, medical examination indicate the suitability of the candidates for a job and to prevent his transfer to other job position. മറ്റുള്ള ജോബ് പൊസിഷനിലേക്കുള്ള ട്രാൻസ്ഫറിനെയും പ്രിവെന്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. മോൾ പറഞ്ഞത് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും നമുക്ക് ഏകദേശം നമുക്ക് ഇത്രയും പോർഷൻസ് കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ, ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ അറിയാം ന്യൂ ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ തീർന്നോ നിങ്ങളുടെ? ഫസ്റ്റ് കംപ്ലീറ്റ് അല്ലേ? ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? ആണോ? കംപ്ലീറ്റ് ആയോ ഫസ്റ്റ് ചാപ്റ്റർ? യെസ്. ഓക്കെ, തേർഡ് ചാപ്റ്ററോ? ആണോ? ആ, സെക്കൻഡ് ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. നമ്മൾ ആ ടേബിൾ പറഞ്ഞതും ആ സ്റ്റെപ്സുകളും ഒക്കെ ക്ലിയർ ആക്കി വെക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.